എൻ്റെ അമ്മ. അവരുടെ ഭർത്താവാണ് സമാധിയായിട്ടുള്ളത്, എൻ്റെ അച്ഛൻ. സാർ, ഞാൻ ഇനി പറഞ്ഞു തരാം. വർഗീയത ഉണ്ടാക്കിയെടുത്തത് മുസ്ലിങ്ങളാണ്. അതിലൊരു മാറ്റമല്ല. ഇതാണ് സാർ മീഡിയ ചാനൽ ഞങ്ങൾ കാണുന്നതല്ലേ. സംഭവം ഇത് അമ്മയും രണ്ട് മക്കളും മരുമകളും കൂടി ചേർന്ന് ചെയ്തതാണ് സംഭവം. ഈ സമാധിരിക്കാൻ പോണവർ ആരും കരിക്ക് ചെവിച്ച് കുടിക്കില്ല, BP ഷുഗറിന്റെ ഗുളിക കഴിക്കില്ല, കഞ്ഞി കുടിക്കില്ല. സമാധിയായി പിറ്റന്ന് മുതൽ ഇതിന്റെ പഞ്ചവർഗം അതിന്റെ സൈഡിലുണ്ടല്ലോ, പഞ്ചവർഗമൊക്കെ കെട്ടി മാർബിളൊക്കെ എടുത്ത് 41ാമത്തെ ദിവസം സമാധിയുടെ പുറത്ത് നമ്മൾ ശിവലിംഗ പ്രതിഷ്ഠ, സമാധിയുടെ പുറത്ത് നമ്മുടെ ശിവലിംഗ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ യോഗീശ്വരൻ്റെ, അത് പ്രത്യേക ഒരു രീതിയിലുള്ള ശിവലിംഗമാണ്. സംഭവം ഒരു മനുഷ്യനെ ജീവനോടെ കൊണ്ടുവച്ചോ ഒന്നൊക്കെയെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സമാധി എന്ന് പറയാൻ പറ്റില്ലല്ലോ. കോടതി നിയമത്തെ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. അതിൽ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും അവർ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനാണ് ഇത് കാണാതെ ഇവിടെ നോട്ടീസ് പൊട്ടിച്ചപ്പോൾ ഞാനാണ് ആൾക്കാരെ വിളിച്ചതും പോലീസിന് പരാതി പറയുകയും വിളിച്ചറിയിച്ചതും എല്ലാം ചെയ്തത്. അങ്ങനെയാണ് പോലീസുകാർ വന്നത്, ചാനലുകാരെല്ലാം വന്നത്. ഏറ്റവും കൂടുതൽ 199% ഇവിടെ മുസ്ലിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എനിക്ക് അടി കിട്ടി കഴിഞ്ഞാൽ ഞാനല്ലേ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുണ്ടായിസം പോലെയാണ് 199% കയറി ആൾക്കാർ ഇവിടെ ഈ നമ്മുടെ ഹിന്ദു ക്ഷേത്രത്തെ അതിക്രമിച്ച് കയറി അടിച്ചത്. ഹിന്ദു ആചാര്യത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ആത്മസംയമനം പാലിക്കണം. ഇതേപോലെ വർഗീയത പരത്താനുള്ള ഒരു സാർ, ഞാൻ ഇനി പറഞ്ഞു തരാം. വർഗീയത ഉണ്ടാക്കിയെടുത്തത് മുസ്ലിങ്ങളാണ്. അതിലൊരു മാറ്റമല്ല. ഇതാണ് സാർ മീഡിയ ചാനൽ ഞങ്ങൾ കാണുന്നതല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. കോടതി നിയമത്തെ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. അതിൽ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും അവർ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാൻ പറ്റും. കാര്യം അവർ ഇതിന്റെ കാര്യങ്ങൾ ബാക്കി മുന്നോട്ട് കൊണ്ടുപോകും. അമ്മയും എൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്കും എന്താ പറയുക, അസുഖമായതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇന്ന് മിക്കവാറും വരും. പിന്നെ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ സമാധി സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ എന്താ പറയുക, വളരെയധികം വിഷമിക്കുന്ന രീതിയിൽ, അതും എൻ്റെ അമ്മ, അവരുടെ ഭർത്താവാണ് സമാധിയായിട്ടുള്ളത്, എൻ്റെ അച്ഛൻ. അപ്പോൾ അവർക്ക് മാനസികമായിട്ട് അവര് തകർന്നു പോയിട്ടുണ്ട്. അവർ ഇന്നേരിക്കും ഒരു എന്താ പറയുക, ചായയും വെള്ളം തന്നെ കുടിക്കണം, അല്ലാതെ ചോറൊന്നും നേരെ കഴിച്ചിട്ടില്ല. രണ്ടുപേരും ഇത് തന്നെയാണ്. അപ്പോൾ ഒരു കുടുംബത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്താ പറയുക മുസ്ലിങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്, ക്ഷേത്രത്തെ അതിക്രമിച്ചു കയറാനായിട്ട്. സമാധിയിൽ ഇപ്പം പൂജകളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. സമാധിയിൽ പൂജ മുടങ്ങാതെ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ശരിക്കുമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മനസ്സിന് ഒരു എന്താ പറയുക, ആ ഒരു സുഖം കിട്ടുന്നില്ല. അനിയനാണ് പൂജാകർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതൊരിക്കലും ഒരു മുടക്കം സംഭവിച്ചിട്ടില്ല. ഇത് എല്ലാ ദിവസവും 2 നേരം പൂജ ചെയ്യുന്നുണ്ട്. എത്ര ദിവസത്തെ പൂജയാണ്? 41 ദിവസത്തെ പൂജ. അപ്പോൾ ഞങ്ങള് അച്ഛൻ ഈ സമാധി ആയതിന്റെ പിറ്റേന്ന് മുതല് പിറ്റേന്ന് മുതല് ഇതിന്റെ പഞ്ചവർഗം അതിന്റെ സൈഡിലുണ്ടല്ലോ, പഞ്ചവർഗമൊക്കെ കെട്ടി മാർബിളൊക്കെ എടുത്ത് 41ാമത്തെ ദിവസം സമാധിയുടെ പുറത്ത് നമ്മൾ ശിവലിംഗ പ്രതിഷ്ഠ, സമാധിയുടെ പുറത്ത് നമ്മുടെ ശിവലിംഗ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ യോഗീശ്വരൻ്റെ, അത് പ്രത്യേക ഒരു രീതിയിലുള്ള ശിവലിംഗമാണ്. അപ്പോൾ അത് പ്രതിഷ്ഠ ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. ഇതുവരെയും നമുക്ക് ആ സമാധി കോവില് അത് നമുക്ക് പൂർത്തിയാക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതിന്റെ സൈഡൊന്നും കെട്ടാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതിന്റെ മാർബിൾ ഇടാനായിട്ട് സാധിച്ചിട്ടില്ല. പുറത്തോട്ടൊക്കെ ഇറങ്ങിയായിരുന്നോ ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം? ഞാനിന്ന് ബാലരാമപുരം അന്തിക്കടയിൽ ഞാൻ മലക്കറി വാങ്ങാൻ പോയി, തേങ്ങ വാങ്ങാൻ പോയി. ബാലരാമപുരത്ത് ഞാൻ
പലവ്യഞ്ജനം വാങ്ങാൻ പോയി. പിന്നെ അപ്പൊ ഒരു നാട്ടുകാരെ പ്രതികരണം എങ്ങനെയാണ്? ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോ കാണുമ്പോ എങ്ങനെയാണ് നാട്ടുകാർ? കാണുമ്പോൾ അവിടെ എന്താ നടന്ന സംഭവം എന്ന് ചോദിക്കാം. അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അവർക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. കോടതി വിധിയൊക്കെ വന്നേക്കാണ്. സന്തോഷമുണ്ട്, 100% സന്തോഷമുണ്ട്. നമുക്ക് സത്യം പുറത്തു വരുമല്ലോ, സത്യം തെളിയുമല്ലോ. സംഭവം ഒരു മനുഷ്യനെ ജീവനോടെ കൊണ്ടുവച്ചോ കൊന്നുകിരെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. സമാധി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു കിടരോഗിയായി കിടന്ന ഒരു മനുഷ്യൻ, എനിക്ക് 35 വർഷം കൊണ്ട് ഈ സ്വാമി എന്ന് പറഞ്ഞാൽ ഗോമണി തന്നെയാണ് യഥാർത്ഥ പേര്. അപ്പോൾ ഈ 35 വർഷത്തേക്ക് മുമ്പേ എന്തൊക്കെ നടന്നിട്ടുണ്ടോ, ഏതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കൂടെ അയൽവക്കക്കാരനാണ് ഞാനാണ് ഇത് കാണാതെ ഇവിടെ നോട്ടീസ് പൊട്ടിച്ചപ്പോൾ ഞാനാണ് ആൾക്കാരെ വിളിച്ചതും പോലീസിന് പരാതി പറയുകയും വിളിച്ചറിയിച്ചതും എല്ലാം ചെയ്തത്. അങ്ങനെയാണ് പോലീസുകാർ വന്നത്, ചാനലുകാരും എല്ലാം വന്നത്. അവർക്കും ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇത് സംഭവിച്ച ചരിത്രങ്ങളെല്ലാം മൊഴി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനലുകാർക്കും അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മൊഴി കൊടുത്തോണ്ടിരിക്കുകയാണ്. സംഭവം ഇത് അമ്മയും 2 മക്കളും മരുമകളും കൂടി ചേർന്ന് ചെയ്തതാണ്. സംഭവം ഈ സമാധിരിക്കാൻ പോണവരാരും കരിക്ക് ചെവിച്ച് കുടിക്കില്ല, BP ഷുഗറിന്റെ ഗുളിക കഴിക്കില്ല, കഞ്ഞി കുടിക്കില്ല. അപ്പൊ ഇത് ഈ കിടക്കണവര് മൂത്രം ഒഴിച്ച് മലം പോവാതെ കിടന്ന ഒരു മനുഷ്യനാണ് അവിടെ കിടന്നതാണ്. ഇതിനിടയ്ക്ക് ഒരു 2 ആഴ്ചക്ക് മുമ്പ് തൊട്ടടുത്ത വീട്ടുകാരൻ വിശംബരം എന്ന് പറയണ എൻ്റെ അടുത്ത് വിളിച്ച് പറയണ റോഡിൽ ചെന്നപ്പം ഒരിക്കൽ മൂത്രം ഒഴിച്ച് തുണി മാറിയിട്ട് 2ാമത് മൂത്രം ഒഴിച്ചപ്പോൾ എപ്പോഴും മൂത്രം ഒഴിക്കണോടാന്ന് കേട്ടെന്ന് തന്തേടി മൂത്തമ്മ ചോദിക്കണമെന്ന്. അമ്മ ഇപ്പം മൂത്രം തുണി മാറ്റിയേ ഉള്ളൂന്ന്. അങ്ങനെയുള്ള സമാധി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി ഇവരാണ് കോടതി പോയിരുന്നാലും പൊളിക്ക് അനുവദിക്കില്ലെന്ന് പറഞ്ഞ കാര്യം എന്താണ്? ഇവരെ കൊലക്കുറ്റത്തിന് കേസ് എടുക്കണം, ഇവരെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് ന്യായം കിട്ടണം, നമുക്ക് നീതി ഇതിൽ കിട്ടണം, നാട്ടുകാർക്ക് നീതി കിട്ടണം. ഈ സമാധി നല്ല രീതിയിൽ ഇരുന്നെങ്കിൽ തൊട്ടടുത്ത വീടാണ് ഞങ്ങൾ. ഈ തൊട്ടടുത്ത് ഒരു 100-300 മിനിറ്റ് അകത്തേ ഉള്ള എൻ്റെ വീട്, ഈ പുള്ളിയുടെ ക്ഷേത്രവും ഈ വീടായിട്ടുള്ളത്. ഇങ്ങേര് എൻ്റെ കൂടെ തടി മുറിക്കാനൊക്കെ വന്നിട്ടുണ്ട്, കയറി പിടിക്കാൻ. അങ്ങേര് മാനം വിട്ട് അടക്കിലെടുത്തപ്പോൾ അവരെ കൂടെ ഞാൻ പണിക്ക് പോയിട്ടുണ്ട്. എനിക്ക് ഒരു വിരോധമൊന്നുമില്ല. എനിക്ക് അങ്ങേര് മരിക്കുന്നവരെ ഈ സമാധി ഇരുത്തുന്നതിന് മുമ്പ് ഞാൻ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് ഈ ഇപ്പൊ ഒരു 6 മാസത്തേക്ക് ഏകദേശം 1 വർഷത്തേക്ക് മുമ്പ് ഇങ്ങനെ കാല് കുപ്പിയുടെ കൊണ്ട് ആശുപത്രി പോയി. അപ്പോഴും എന്നെ കണ്ട് തമ്പി ആശുപത്രി പോകണം എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ്. എനിക്ക് അങ്ങനെ ഭാര്യയ്ക്ക് മക്കളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ ഇപ്പോഴെനിക്ക് വിരോധം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആളെ കാണാതെ ഇരുന്നുകൊണ്ട് മാത്രം ഒരു വിരോധം. സമാധിരുത്തി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നോക്കില്ല. കാര്യം അങ്ങനെയുള്ള നടന്നിരുന്ന ഒരാളാണ്, ഡെയിലി കാണുന്ന ഒരാൾ സമാധിരുന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കാം. 1 കൊല്ലത്തിലധികം സോല കിടക്കുന്ന ഒരു മനുഷ്യനാണ്, പിന്നെ എങ്ങനെ സമാധിരിക്കും? ഇളയ മോഹൻ പറയണ സമാധി ശമ്പളം കൊട്ടിരുന്ന് കൈയും പൊക്കി വെച്ചോണ്ട് ഇങ്ങനെ ഇരുന്നെന്ന്. അമ്മ പറയണ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നെഞ്ചിടിക്കുന്നത്. അത് എങ്ങനെയാണ് വിശ്വസിക്കാൻ നോക്കില്ല. ഇങ്ങനെ പ്ലാവിള എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത്. അവിടെ ഒരു അവിടുത്തെ ഈഴവന്മാരായിട്ട് അടി നടന്ന് വെട്ട് നടന്ന് സ്ത്രീ അടക്കം വെട്ട് നടന്നിട്ട് അവിടുന്ന് ഒളിച്ചോടിയാണ് ആറാലുമുട്ടി വന്നത്. ആറാലുമുട്ടി വന്ന് ഇവിടെ വന്ന് സ്ഥലം വാങ്ങിച്ച് ഇവിടെ വാങ്ങിച്ച് ആറാലുമുട്ടി ജംഗ്ഷനിൽ 200 മീറ്ററിന് താഴ്വശത്ത് ചെറിയകുണം പറഞ്ഞ സ്ഥലത്തിനടുത്താണ് വീട് വെച്ച് താമസിച്ചത്. അങ്ങനെ ഒരു മൂത്ത മോൻ എന്ന് പറഞ്ഞ ഒരു 13-14 വയസ്സിൽ മരിച്ച് അവിടെ അടക്കി. ആ വീട്ടിൽ അടക്കി കൂളത്തല ഭസ്മം പൂവളം ഇട്ടാണ് മൂടിയത്. മൂടി മാർബിളായിട്ട് എല്ലാം മൂടി റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ആ വീട് സ്ഥലം വിറ്റ സമയത്തിന് ഈ മാർബിളിനെ ഇടിച്ച് കളഞ്ഞ് എല്ലാം ചെയ്തിട്ടാണ് വിറ്റത്. കല്ലറ പൊളിച്ച് ഈ അമ്മയും ഈ സ്വാമിയുടെ 2 മക്കളും കൂടി ആ കല്ലറ പൊളിച്ചാണ് ആ വസ്തു വിറ്റത് അരിമാനൂരുള്ള ആളിന്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ ക്ഷേത്രം വീട് വെച്ചത്. ഇതിന്റെ ഈ രാജസേന എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ വേറെ പണിക്ക് പോകണ കണ്ടിട്ടില്ല. ഇപ്പൊ ഇതിനിടയ്ക്ക് ഒരു 10 വർഷത്തേക്ക് മുമ്പ് ദേവസ്വം ബോർഡിൽ പണി കിട്ടി. ഞാൻ കൊട്ടാരക്കട ഗണപതി കോവിലാണ് ജോലി കിട്ടിയത്. രാവിലെ 5 മണിക്ക് പോകും, രാവിലെ 9 മണിക്ക് തിരിച്ചു വരുമെന്ന്. അങ്ങനെ ഞാൻ ചോദിച്ചു, ഞാൻ കേട്ടത് എങ്ങനെ നീ പ്ലെയിനിൽ പറഞ്ഞു വരുമെന്നിട്ട്. അത് അണ്ണന്റെ കാര്യം നോക്കിയപ്പോൾ എനിക്കറിയേണ്ട. ശരി, നല്ല കാര്യം, അത് വിട്ട്. ഈ ക്ഷേത്രം പണിയത് 2014 പ്രതിഷ്ഠ വെച്ച് 1.5 വർഷം നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് ഈ ക്ഷേത്രം പണിയത്. ചെയ്ത് 1.5 വർഷം ക്ഷേത്രത്തിൽ ചെയ്തു. അതിനുശേഷം ഇന്ന് വരെ നാട്ടുകാരുടെ സഹകരണമില്ല, ഒന്നുമില്ല. അവര് അച്ഛനും മക്കളും മരുമകളും ഭാര്യയുടെ അവർ 4 പേര് 2, 4, 5 പേര് മാത്രം താമസിക്കുന്ന വീടാണ്. അങ്ങനെ മാത്രം നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ ആരുടെയും സഹകരണം പിള്ളേനെ വിളിക്കുള്ളൂ. എന്നെ പേര് പറഞ്ഞാലും എന്നെ വിളിച്ചില്ല. എന്നെക്കാളും പ്രായം കൂടുതൽ ഒരു മനുഷ്യനാണ്. പിന്നെ എന്നെ തമ്പിന്ന് വിളിച്ചിട്ടുള്ളൂ, ഞാൻ ചേട്ടാന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വേറൊരു കോവിലൊന്നും പോയില്ല. അങ്ങനെ സ്വന്തമായിട്ട് ശിവക്ഷേത്രം ചെറുത് വെച്ച് അവിടെ നിന്ന് പോയി ആദ്യം ചെയ്തത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മരുത്തുമല എന്ന് പറഞ്ഞ തലസ്ഥാനത്താണ് ഒരു ആശ്രമം പോലെ പണിയത്. അവിടെ ചെയ്ത് ഇവിടെ നിന്നൊക്കെ പോയി ഇവരെല്ലാം അവിടെ ചെയ്ത് എല്ലാം റെഡിയാക്കി എന്നിട്ട് ഒരു ഓടിട്ട കെട്ടിടമാണ്. അത് ഇപ്പോഴും അവിടെ ഉണ്ട്, മരുത്തുമലയുണ്ട്. അതിന് അവിടെ ഒരു മുത്തുമണി എന്ന് പറഞ്ഞ ഒരു സ്വാമിക്ക് വിറ്റിട്ട് അവിടെ നിന്ന് കിട്ടിയ പൈസയും നാട്ടുകാരിൽ നിന്ന് പിരിച്ച പൈസയും കൊണ്ടാണ് ശിവക്ഷേത്രം ഇവിടെ പണിയത്. അല്ലാതൊന്നല്ല. ഈ സ്ഥലം പോലും ഇവിടെ ഒരു വഴിയായിരുന്നു. ഈ ക്ഷേത്രത്തിൽ പോകുന്നത് ഫസ്റ്റ് കാണുന്നത് പോലീസ് ബാബുവിന്റെ സ്ഥലമാണ്. അതിന്റെ അടുത്തൊരു മുസ്ലിമിന്റെ സ്ഥലമാണ് കൊടുത്തത്. അതുപോലെ 2 സൈഡിൽ നിന്ന് സ്ഥലം കൊടുത്താണ് വിട്ടത്. അതിന്റെ അടുത്ത് ഈ നായർ ഇരിക്കുന്ന നായർ എന്ന് പറഞ്ഞാൽ ഈ തമ്പി എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ജോലിയുള്ള പുള്ളി ഫ്രീ ആയിട്ട് 1 സെന്റ് സ്ഥലം ഇട്ട് കൊടുത്ത് നായർക്ക്. അതായത് 1 സെന്റ് അടുപ്പിച്ച് വരും, അത് നായർക്ക് വേണ്ടി ഇട്ട് കൊടുത്ത്. അടുത്ത് SS ചെയർമാൻ ദേവകുമാർ എന്ന് പറഞ്ഞത് അതിന്റെ അടുത്താണ്ട്. അതാണ് അവരെ കോവൽ വരെ പോയി എല്ലാം ആയപ്പോൾ പിന്നെ ആർക്കും വേണ്ട. എന്ന് വെച്ചാൽ റോഡായി, കോവലായി, അവർക്ക് പിന്നെ നാട്ടുകാർ വേണ്ട.
ഞങ്ങൾക്ക് വേണ്ട. ഈ 1 കിലോമീറ്ററിനകത്ത് 4 ശിവക്ഷേത്രം ഉണ്ട്. ഇവിടെ നിന്ന് പെയ്യ 400 മീറ്റർ പോകുമ്പോൾ അവിടെ ശിവക്ഷേത്രം ഉണ്ട്, ചെറിയകുളം. ഇതിന്റെ തൊട്ടടുത്ത പാലം 400 മീറ്റർ പോകുമ്പോൾ അവിടെ നിന്ന് റോഡിൽ കയറി കഴിഞ്ഞാൽ അടുത്ത് ചെറിയ തുടിക്കുറവണം ശിവക്ഷേത്രം ഉണ്ട്. അത് കഴിഞ്ഞാൽ തൊട്ട് അപ്പുറത്ത് പോകുമ്പോൾ കൈതൊടണം ശിവൻകോല്. അവിടെ രാവിലെയും വൈകുന്നേരം വിളക്കത്തിപ്പുണ്ട്. അതുപോലെ കൈതൊടണം ശിവൻകോൽ ക്ഷേത്രത്തിൽ. തുടിക്കുറവണത്ത് ചൊവ്വയും വെള്ളിയും അവിടെ കത്തിക്കുന്നുണ്ട് പ്രതിഷ്ഠ. ഇവിടെ പിന്നെ ഈ തുടിക്കുറവണത്ത് ഇവിടെ ചെറിയ കുണത്താണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ വിളക്കത്തിപ്പുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിന്ന് വെച്ചാൽ രാത്രി 12:30 ശേഷം 1 മണിക്ക് ശേഷം കത്തിക്കും. നാട്ടുകാരില്ലാതെ കത്തിപ്പായിരുന്നു. പണ്ട് ഇവിടെ രാത്രി റെക്കോർഡൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് ആളുകൾ വലിയ പിള്ളേർക്ക് പഠിക്കാൻ പറ്റാതെ ഉറങ്ങാൻ പറ്റാതെ പരാതി കൊടുത്ത് അത് ഒഴിവാക്കി. ഇപ്പൊ രാത്രി മാത്രമേ ഉള്ളൂ. ഇതായിരിക്കുന്ന ഒരു വിഘ്നേശ്വരന്റെ ഇതില് പോലും ഒരു തിരി കത്തിക്കില്ല. ഇതായിരിക്കും വിഘ്നേശ്വരന്റെ ഇതില്. അതെ പ്രതിജ്ഞ. നാട്ടുകാരാണ് ഇവിടെയുള്ള നാട്ടുകാർ, അയൽവക്കാരാണ് ഇവിടെ വിളക്കത്തിക്കുന്നത്. അവർ വെച്ചാണ്. അതുപോലെ ഇവിടുത്തെ ചുറ്റോടത്തുള്ള വീട്ടുകാരാണ് അവിടെ വിളക്കും തിരികെ വെച്ച് കത്തിക്കുന്നത്. അപ്പൊ ഇവരൊന്നും ചെയ്യില്ല. പിന്നെ അവൻ രാജസേന എന്ന് പറഞ്ഞാൽ എവിടെ പോയി പഠിച്ചിട്ട് വന്നെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പിന്നെ അങ്ങനെ ഇവിടെ കോവില് ചെയ്ത് വന്നതാണെങ്കിൽ പണ്ട് അവിടെ നിന്ന് അടിയൊക്കെ നടത്തി വെട്ടുകേസൊക്കെ നടത്തി ഇവിടെ വന്ന് ഇവിടുത്തെ തീവെപ്പ് കേസിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ആര്? ഞാനാ? എന്റെ കൂടെയാ? അവര് പിന്നെ മക്കളുമായിട്ടായിരിക്കില്ലേ. അപ്പൊ ഇവരെ ഈ ഇപ്പൊ ഈ സോലാടുന്നപ്പോ ഞാൻ തെറിയൊക്കെ വിളിച്ചല്ലേ. അപ്പൊ അതുകൊണ്ട് തന്ന ഒരു മക്കൾക്ക് ഒരു പണി കൊടുത്തതാണ്. അപ്പൊ അന്നാണ് എനിക്ക് വിശ്വാസം. പക്ഷെ ആരെന്തൊരു പണി കൊടുത്താലും കൃത്യമായിട്ട് ഇത് ഞങ്ങൾക്ക് കോടതി വിധി ഒന്നവിടെ കിട്ടി. മാന്യ രീതിയിൽ ആദ്യമേ ഇത് ഞങ്ങളെ നാട്ടുകാർ അറിയിക്കുക, സമാധിക്കണമെന്ന് ഞങ്ങൾ മുന്നോട്ട് ചെയ്യുമായിരുന്നല്ലോ. അല്ലെങ്കിൽ വാർഡ് മെമ്പർ അറിയിക്കണല്ലോ അച്ഛനെ സമാധി ഇരുത്താൻ പോകണമെന്ന്. അല്ലെങ്കിൽ ഡോക്ടറെ വിളിച്ച് അച്ഛൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അതൊരു തെളിവുണ്ടോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. 5 കൊല്ലത്തേക്ക് മുമ്പേ തമിഴ്നാട്ടിൽ നിന്ന് കല്ല് കൊണ്ടുവന്ന് മൂടാങ്കരി കൊണ്ടുവച്ചെന്നാണ്. 5 കൊല്ലത്തേക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു പത്രത്തിൽ എഴുതി വെച്ചോ? ഇപ്പോഴത്തെ വെള്ള പേപ്പറിൽ എഴുതി വെച്ച അച്ഛൻ 5 കൊല്ലത്തേക്ക് വന്ന് അംഗീകരിക്കാൻ നോക്കൂല. അന്നത്തെ പത്രത്തില് 5 കൊല്ലത്തേക്ക് മുമ്പുള്ള ഏതെങ്കിലും ഒരു പത്രത്തില് ഞാൻ സമാധി ഇരിക്കുകയാണ്, എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിരിക്കുകയാണ് വെളിയിൽ ആരെയും കാണിക്കണ്ട എന്ന് പറഞ്ഞ് 5 കൊല്ലത്തേക്ക് മുമ്പ് ഒരു പത്രത്തിൽ സമാധിയായിട്ട് പറഞ്ഞ് എഴുതി വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാം ഫുൾ സപ്പോർട്ടോടെ നിൽക്കും. ഇപ്പൊ എനിക്കും അങ്ങനെ ഭാര്യയുടെയോ മക്കളുടെയോ മരുമകളുടെയോ ആരുടെയോ പിടക്കൊന്നുമില്ല. ഇപ്പോഴും സ്നേഹം. പക്ഷെ ഈ ചെയ്ത തെറ്റിന് തെറ്റെന്ന് പറയും. എവിടെ തെറ്റ് കണ്ടാലും തെറ്റെന്ന് പറഞ്ഞ കൂട്ടത്താണ്. നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇത് നല്ല രീതിയിലാണ് സർക്കാർ ഹൈക്കോടതിയുടെ വിധി വന്നപ്പം ഇത് സന്തോഷമായി. തിങ്കളാഴ്ച പോലീസും ജില്ലാ കളക്ടർ എല്ലാം ഇവിടെ വന്നാണ്. ആറ്റും തഹസിൽദാരും എല്ലാം വന്നതിനെ ഇവരെല്ലാം കൂടി ചേർത്തു. അന്ന് നടത്താതെ സംഘർഷമാണെന്ന്. ഇവിടെ ഒരു സംഘർഷത്തിന് ഇല്ല. ഒരു മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യനും മുസ്ലിം വരും, എല്ലാവരും സഹകരിക്കും. അവിടെ രാഷ്ട്രീയമല്ല അല്ലെങ്കിൽ വർഗീയത അല്ല. ഇവിടെ വർഗീയത ഒരു ആവശ്യമില്ല. വർഗീയത കൊണ്ടുവന്ന് ഞങ്ങൾ വിടൂല, നാട്ടുകാരായി ഞങ്ങൾ വിടൂല. വർഗീയത കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. ഇവിടെ കണ്ടില്ലേ നാട്ടുകാരാണ് ഇപ്പൊ നിൽക്കുന്നത്. വർഗീയതക്കാരുടെ ആരും ഇവിടെ ഇല്ല. ഇന്നലെ 24 ഞാൻ കൊടുത്തപ്പോഴും എന്നെ 24 നിന്നുകൊണ്ട് ആരോ പറഞ്ഞു ഞാൻ ഭീകരനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്. ക്രിസ്ത്യാനിയല്ല, ഞാൻ കാഞ്ഞിര എന്റെ വീട്ടില് ചക്രതമ്മയുടെ ഫോട്ടോ വെച്ച് ഞാൻ വിളക്കത്തിക്കുന്നവനാണ്. ഞാൻ 29 വർഷം കൊണ്ട് ഞാൻ അവിടെ മുടങ്ങാതെ അമ്പലത്തിൽ പോകാനാണ്. കൊറോണ സമയത്തിന് ആദ്യത്തെ കൊറോണ സമയത്ത് 2 മാസം മാത്രം ഞാൻ മുടങ്ങിയിട്ടുണ്ട്. ബാക്കി എല്ലാ മാസവും ഞാൻ അമ്പലത്തിൽ പോകാണ്. നാളെ രാത്രി വീണ്ടും പോകണം എനിക്ക് അമ്പലത്തിൽ. മറ്റൊന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ്, മലയാള മാസത്തെ ആദ്യ വെള്ളിയാഴ്ചയാണ്. ഞാൻ എന്റെ കടയിലും പേരിട്ട് ഞാൻ ചക്രതമ്മ സ്റ്റോറിന്നാണ്. എനിക്ക് പെട്ടിക്കട. ഞാൻ നല്ല കൂലിപ്പണി ചെയ്ത് ഡെയിലി രാവിലെ 10 മണിക്ക് മുമ്പേ 1000 രൂപയ്ക്ക് തേങ്ങ വീട്ടിൽ വന്നുകൊണ്ടിരുന്നതാണ്. 2019 ഞാൻ സോലായി. അതായത് ഇതേ ചാനൽ ഈ അവിടെ നിന്ന് പറഞ്ഞ ചാനൽ അവിടെ വെള്ളം കെട്ടി കിടന്ന് വ്യാസ്റ്റ് വെള്ളത്തിന് തുറന്നുകൂടെ ഇറങ്ങിയപ്പോൾ വലമ്പലി പിടിച്ചാണ് എനിക്ക്. അങ്ങനെ അവസാനം കാറ്റിന്റെ അസുഖമായി. അങ്ങനെ ഞാൻ തകർന്ന് എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റാതെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം വീണ്ടും ഞാൻ വീഴുന്ന് ഇവിടെ ഈ അപ്പുറത്തെ റോഡ് ഇട്ടത് ഇവിടെ നിന്ന് ഒരു പുതിയ റോഡ് അങ്ങോട്ട് ഇട്ടാൻ കരുതി പോയപ്പോൾ കമ്മ് വന്ന് അടിച്ച് ഞാൻ വീഴുന്ന് നട്ടലിന്റെ സൈഡിൽ ഇടിച്ച് 2011 റോഡ് വെട്ടിയപ്പോൾ ഇതായ റോഡ്. ആ റോഡ് തെളിയാ കിടക്കണ്, അതിന്റെ അപ്പുറം തെളിഞ്ഞു. ആ റോഡ് തെളിയാ കിടന്ന ഇപ്പൊ എനിക്ക് കാല് കൃഷ്ണന്റെ ഭാഗത്ത് പഴുപ്പ് കെട്ടി നട്ടലിന്റെ ഈ കാല് ഓപ്പറേഷൻ ചെയ്ത് ഞാൻ പഴുപ്പ് എടുത്തിട്ട് ഇപ്പം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കണം. ഞാൻ കൂലിപ്പണി ചെയ്തോണ്ടിരിക്കുന്നത്. ഈ ചരിത്രം മണിയസ്വാമി എന്ന് പറയുന്നതും ഗോസ്വാമി എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ പണിക്ക് വന്നിട്ടുണ്ട്. അടിമൃഗം വടം കയറി പിടിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങേരോടെ ഞാൻ വാനം വെട്ടാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇത്രയും നല്ലൊരു മനുഷ്യൻ എന്നെ തമ്പിന്നോടിക്കാനാണ്, ഞാൻ ചേട്ടാന്നാണ് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ അവരോട് എനിക്കൊരു വ്യക്തിപരമല്ല. അങ്ങേര് മരിച്ചാൽ എനിക്ക് സങ്കടമുണ്ട്, സഹതാപമുണ്ട്. അങ്ങേര് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരു നല്ലൊരു തൻ്റെ ഇടം കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നത്. പക്ഷെ അങ്ങേർക്ക് ഇത് എന്ത് പറ്റി, എങ്ങനെ ചെയ്തു, ആര് ചെയ്തു? ചെയ്തൊരു ഉപ്പ് തിന്നണ ആള് വെള്ളം കുടിക്കണം, ആര് തെറ്റുതന്നെ ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ്. അതിപ്പോ ഒരു നീതി നമുക്ക് കിട്ടി. നമ്മൾ ഇതിനു വേണ്ടി പരാതി കൊടുത്ത് പോലീസ് വന്ന് എല്ലാം ചെയ്ത് എല്ലാം വന്നതിന് ശേഷം നമുക്കൊരു നീതി കിട്ടി. ഹൈക്കോടതി ഒരു ഉത്തരവ് കിട്ടിയതോടെ നമുക്കത് ഭയങ്കര സന്തോഷമായി. അത് സർക്കാർ പോലീസുകാർ അത് എന്താണ് ചെയ്യേണ്ടത് ചെയ്തിട്ട് അതിന്റെ കൂടെ നമ്മളുണ്ട്.